അർജുനും ശ്രീധുവും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ശ്രീധുവിനോട് പറഞ്ഞു, ഞാനെന്ന പൂച്ചക്കാരി മണിക്കെട്ടും ആ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നാ ശ്രീധു ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പൊ അർജുൻ എന്നാലും തക്കാളി ഒന്ന് തിന്നോണ്ടിരിക്കുന്നുണ്ട്. തക്കാളിയാണോ തന്നെ എന്നൊക്കെ ശ്രീധു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അർജുൻ എടുത്തിട്ട് ഒരു കുഞ്ഞു മണി ആണ് കൊടുക്കുന്നത്, ഒരു ചെറിയ മണി കൊടുക്കുവാണ് ശ്രീധുവിന്. അപ്പൊ ഇത് എന്തിന്റെയാന്ന് ചോദിക്കുമ്പോ ഇത് ആ പൂച്ചക്കാരി മണിക്കെട്ട് എന്ന് പറഞ്ഞ ടാസ്കിലെ മണിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്ന മണിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർജുന്റെ എന്തോ കിട്ടിയെന്ന് പോയതെങ്ങാണ്ടാണ്. അപ്പൊ അത് അർജുൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീധുവിന് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ഇതപ്പോ എവിടെ എന്നൊക്കെ ശ്രീധു ചോദിച്ചു. അപ്പൊ അർജുൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. ഇത് വെച്ചപ്പോൾ നിനക്ക് ആ ടാസ്ക് ജയിച്ചത് ഓർത്ത് വെക്കാലോ എന്നൊക്കെ പറഞ്ഞാണായിട്ട് അർജുൻ ശ്രീധുവിന് അത് കൊടുത്തത്. അർജുനും ജാസ്മിനും ശ്രീധു വരുന്ന കഴിഞ്ഞപ്പോൾ അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ടാസ്കിൽ പറ്റിയെന്നൊക്കെ ഉള്ളത്. അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, എന്ത് തന്നെ ഇടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്റെ അടുത്ത് കളഞ്ഞു എന്ന് ഓർത്ത് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇട്ടിട്ട് ചെയ്തോന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പൊ ഞാനിങ്ങനെ എന്റെ ചാക്ക് വലിച്ചതാണ്, അപ്പോഴാണ് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശ്രീധു പറയുന്നുണ്ടായിരുന്നു കുറെ പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്തപ്പോൾ ദേഷ്യം വന്നൊന്ന് ശ്രീധുവിന് മനസ്സിലായിരുന്നു എന്നുള്ളത്. പിന്നെ നന്ദനയോട് അത് കഴിഞ്ഞിട്ട് അർജുൻ സോറി ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നന്ദനയ്ക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തായിരുന്നു.